ലൂമിനസ് റേഡിയോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം തിരുവചനം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അനന്തരം എന്ന് പറയുമ്പോൾ മമ്മോദീസായും പരിശുദ്ധാത്മ അഭിഷേകവും പിതാവായ ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യവും ലഭിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് തനിക്കിഷ്ടപ്പെട്ട ഒരു വഴിയിലൂടെ യേശുവിനെ നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ മരുഭൂമി സമാനമായ ജീവിത വഴികളിലൂടെ കടന്നു പോകേണ്ടി വരും. ഈ മരുഭൂമിയെപ്പറ്റി സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ഈ മരുഭൂമി യാത്രയിലാണ് നല്ല സമറിയക്കാരൻ്റെ ഉപമയിലെ ആ യാത്രക്കാരനായ മനുഷ്യൻ, ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോകുകയായിരുന്ന മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടത്. അവിടെ അവൻ രക്തം ചിന്തുകയും വിവസ്ത്രനാക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെട്ട് വഴിയിലെറിയപ്പെടുകയും ചെയ്തു. ഈ വഴി രക്തത്തിൻ്റേത് എന്നറിയപ്പെടുന്ന വഴിയാണ്. ഹമ്മ എന്ന് ഇതിനെ വിളിക്കപ്പെടുന്നു. കാരണം അനേകം മനുഷ്യർ ഇതിലെ യാത്ര ചെയ്യുകയും കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുകയും അവരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുകയും ആ വഴിയിൽ പല സ്ഥലങ്ങളിലായി വീണു മരിക്കുകയും ചെയ്തിട്ടുള്ള രക്തത്തിൻ്റെ ഒരു വഴിയാണത്. ആ വഴി നിറഞ്ഞ ആ വഴിയുള്ള മരുഭൂമിയിലേക്ക്, ആ വഴിയിലൂടെയാണ് യേശുവിനെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. ആ വഴിയെ പോയ അനേകരുണ്ട്. ആ വഴിയിലൂടെ ആദ്യം പോയത് ആദി മനുഷ്യനായ ആദാം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആദാം പർദീസായിൽ വെച്ച് പരീക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുകയും പരാജയപ്പെട്ട് പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. അവൻ ഈ വഴിയിലൂടെ ജെറൂസലേമിൽ നിന്ന്, ദൈവത്തിൻ്റെ പട്ടണത്തിൽ നിന്ന്, ദൈവ ആലയമുള്ള, ദൈവ ആരാധനയുള്ള, ദൈവ സാന്നിധ്യമുള്ള ജെറൂസലേം വിട്ട് വിജാതീയ പട്ടണമായ ജെറീക്കോയിലേക്ക് പോകുന്നു. പർദീസ വിട്ട് ലോകത്തിലേക്ക് പോകുന്ന ആദം നിരവധി തവണ അവൻ്റെ മക്കളിലൂടെ ഈ കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുകയും രക്തം വീണ് വഴിയിൽ കിടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായി. നമുക്കറിയാം, ആബേലിൻ്റേത് മുതൽ നിരവധി നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും രക്തം വീണ ഒരു മണ്ണാണ്. ഈ മണ്ണിലൂടെ, ഈ വഴിയിലൂടെയാണ് യേശുവിനെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ യാത്ര യേശുവിന് മാത്രമുള്ളതല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞ സകല വ്യക്തികളെയും ഇതിലെ നയിക്കുന്നു. പിതാക്കന്മാർ വീണ്ടും ഇപ്രകാരം പഠിപ്പിക്കുന്നു: പിശാച് യേശുവിനെ നേരിട്ട് ചെന്ന് ആക്രമിക്കാൻ ശക്തനല്ല, ധൈര്യമുള്ളവനല്ല. അതിനാൽ യേശു പിശാച് എവിടെയുണ്ടോ അവിടെ അവനെ തേടി പോവുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. വ്യത്യസ്തങ്ങളായ പ്രലോഭനങ്ങളാൽ പിശാച് തൻ്റെ ആക്രമണം നമ്മുടെ നേരെ ഉയർത്തുമ്പോൾ, വ്യത്യസ്തങ്ങളായ പരിശുദ്ധാത്മദാനങ്ങളാൽ പിശാചിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ യാത്രയിൽ ഓരോ ദൈവമക്കളും ശക്തി സംഭരിക്കണമെന്നും പ്രത്യേകമായ ആയുധങ്ങൾ കരസ്ഥമാക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയുമാണ് ഒരു ദൈവപുത്രൻ്റെ, ഒരു ദൈവ പൈതലിൻ്റെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. മനുഷ്യരെ, തിന്മ നിറഞ്ഞ മനുഷ്യർക്കെതിരെയും അതുപോലെ തന്നെ ദുഷ്ടപിശാചികൾക്കെതിരെയും യുദ്ധം ചെയ്യുവാനും അവരെ കീഴ്പ്പെടുത്തുവാനും ഒരുവനെ ശക്തിപ്പെടുത്തുന്ന ആയുധങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും. ഈ ആയുധങ്ങളാൽ തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിൽ, സമൂഹങ്ങളിൽ, വ്യക്തികളുടെ ഇടയിൽ നാം ജീവിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, വിജയം വരിക്കുവാനും സാധിക്കും. ഓരോ ദിവസവും പ്രാർത്ഥന എന്ന ആയുധത്താൽ, ഉപവാസം എന്ന ആയുധത്താൽ നാം മുന്നേറിക്കൊണ്ടിരിക്കും. ഉപവാസം ശാരീരിക പ്രവണതകളുടെ പ്രലോഭനത്തിൽ നിന്നും ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും സ്വതന്ത്രനാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ, പ്രാർത്ഥനയാകട്ടെ അദൃശ്യമായ ആത്മാവിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ വ്യത്യസ്തങ്ങളായ പാപമേഖലകളെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉപവാസവും പ്രാർത്ഥനയും വഴി പാപത്തിൽ വീണ് അനേകർ നശിച്ചുപോയ ഈ വഴിയിലൂടെ വിജയമുള്ളവരായി, ജയാളികളായിട്ട് മുന്നേറുവാൻ നമുക്ക് ഈ നോമ്പുകാലം വളരെയേറെ സഹായകമാകട്ടെ. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.